സമഗ്രയിൽ ഒരു ടീച്ചിങ് മാനുവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. ആദ്യമേ നമ്മൾ സമഗ്ര ഓപ്പൺ ചെയ്യുക. സമഗ്രയിലെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അറിയത്തില്ലാത്തവർ സ്കൂൾ HMനോടോ SITCയോടോ ചോദിച്ച് സ്കൂൾ ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും മനസ്സിലാക്കുക. ലോഗിൻ ചെയ്ത് വരുമ്പോഴുള്ള പേജാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഉള്ള ഏരിയയാണ് സ്കീം ഓഫ് വർക്ക്, മൈ ടീച്ചിങ് മാനുവൽ, ക്രിയേറ്റ് യൂണിറ്റ് പ്ലാൻ, ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നീ 4 തൊട്ടിപ്പുറത്തെ സൈഡിൽ ആക്ടിവിറ്റി പ്രസൻറ്റേഷനും ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോസിറ്ററി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കീം ഓഫ് വർക്ക് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇതുമായിട്ട് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ മാസം പഠിപ്പിക്കേണ്ട ചാപ്റ്ററുകളും എല്ലോസും അതിൻ്റെ അകത്ത് കാണും. സ്കീം ഓഫ് വർക്ക് ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട. മൈ ടീച്ചിങ് മാനുവൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്തിട്ടുള്ള ടീച്ചിങ് മാനുവൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ ക്രിയേറ്റ് ടീച്ചിങ് മാനുവലാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് വരുന്നത് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മീഡിയം എന്നുള്ളത് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയത്തിലാണോ മലയാളം മീഡിയത്തിലാണോ ക്ലാസ് എടുക്കേണ്ടതാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മലയാളം മീഡിയത്തിൻ്റെ എല്ലോസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മലയാളം മീഡിയം മാത്രമാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ് 8ാം ക്ലാസ്സിലെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ. അതിൽ 8ാം ക്ലാസ് കൊടുത്ത ശേഷം നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് അവിടെ കൊടുക്കേണ്ടതാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്ത് ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ആരോഗ്യം എന്നുള്ള ചാപ്റ്ററാണ് തൽക്കാലം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യം പഠിപ്പിക്കാൻ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ശരിക്കുള്ള നെയിം പരിപാലിക്കാം ആരോഗ്യത്തെ എന്നുള്ളതാണ്. ആരോഗ്യം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ബാക്കി ഒരു ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആരോഗ്യത്തെ ഞാൻ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ സൈഡിൽ ആദ്യം ഇങ്ങനൊരു ഏരിയ ആയിരിക്കും കാണുന്നത്. അതിൽ നമുക്ക് ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോസോ ഇമേജസോ ഡോക്യുമെൻറ്റ്സ് PDF ഇൻട്രാക്റ്റീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഇവിടെ നമുക്ക് ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അത് ആഡ് ചെയ്ത് വരും എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ മുകളിലത്തെ ആരോ ക്ലിക്ക് ചെയ്ത് സൈഡിലേക്ക് നീക്കി വെക്കാവുന്നതാണ്. വീണ്ടും സ്ക്രീൻ ചെറുതാക്കി നമുക്ക് പ്ലാൻ ടൈപ്പ് ക്ലിക്ക് ചെയ്യാം. പ്ലാൻ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് ഇത് ക്രിയേറ്റിംഗ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് യൂണിറ്റ് പ്ലാൻ അല്ല, യൂണിറ്റ് പ്ലാനെ ബേസ് ചെയ്തല്ല, ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുള്ളതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 3 ഓപ്ഷൻസ് വരും. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അത്. പക്ഷേ ഫസ്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്, അതായത് മൈനർ ഗെയിം, ഇൻട്രാക്റ്റീവ് ഗെയിമുകൾ എന്നിവയോട് ശാരീരിക, മാനസിക, സാമൂഹിക, വൈകാരിക അവബോധം സംബന്ധിച്ച അടിസ്ഥാന ശേഷികൾ കൈവരിക്കുന്നു എന്നൊരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ക്ലിക്ക് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡിവിഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം മലയാളം ആയതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ മലയാളം ഡിവിഷൻ 8D ആയതുകൊണ്ട് അത് 8D സെലക്ട് ചെയ്യുന്നു. ദെൻ ഏത് ദിവസമാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് ഏത് ക്ലാസ്സാണ്, ഇപ്പം 30 28 29 ശനി ഞായർ ഒഴിച്ച് ബാക്കി ഏത് ദിവസങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ 30ാം തീയതിയാണ് ആ ക്ലാസ്സിലേക്ക് ഉദ്ദേശിക്കുന്നത്. പ്രയോറിറ്റി നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കുറഞ്ഞത് ഇപ്പം നമ്മൾ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ ഈ ലേണിംഗ് ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറഞ്ഞൊരു 3 അല്ലെങ്കിൽ 4 ക്ലാസ്സുകൾ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതിനാണ് പ്രയോറിറ്റി മുൻഗണന കൊടുക്കേണ്ടതെന്നുമാണ്. ഇതിൻ്റെ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. 1 ആണെങ്കിൽ 1, 2 അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. ഏതാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റി നമ്പർ കൊടുക്കുക. അതിനുശേഷം മൈക്രോ പ്ലാൻ നെയിം, ആക്ടിവിറ്റി സ്റ്റെപ്പ്, റിസോഴ്സ്, അതർ റിസോഴ്സ്, ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ്, വാല്യൂസ്, അസസ്മെൻറ്റ്, URL റെഫറൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യ ഭാഗമായി ആക്ടിവിറ്റി സ്റ്റെപ്പുകളാണ്. ഇതിൻ്റെ ആക്ടിവിറ്റി സ്റ്റെപ്പിൻ്റെ അകത്ത് ആ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ടിവിറ്റി സ്റ്റെപ്പുകൾ. ആദ്യമേ ക്ലാസ്സിൽ ചെല്ലുന്നു. ക്ലാസ്സിൽ കുട്ടികളെ ആദ്യത്തെ പേജിലെ 6 പിക്ചറുകൾ കാണിക്കുന്നു. അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ. അതിനുശേഷം കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ടച്ച് റഗ്ബി എന്ന് പറയുന്ന ഗെയിം കളിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ടിവിറ്റി സ്റ്റെപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. തുടർന്ന് വരുന്നത് റിസോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആഡ് റിസോഴ്സ് ഫ്രം റൈറ്റ് പാനൽ, അതായത് റൈറ്റ് സൈഡിലുള്ള ഈ പാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്ലസ് ബട്ടൺ വരുന്നതായിരിക്കും. റിസോഴ്സുകൾ നമ്മൾ നിലവിൽ നമുക്ക് തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെ പ്ലസ് ബട്ടന് തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ ബട്ടൺ കൂടെ ഉണ്ട്, ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും സാധിക്കും. അതുപോലെ തന്നെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ റിസോഴ്സിൻ്റെ ആ ഭാഗത്തേക്ക് അത് ആഡ് ചെയ്ത് വരികയും ചെയ്യുന്നതാണ്. അതിനുശേഷം വരുന്നതാണ് അതർ റിസോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടുകൾ, മോഡലുകൾ, കാർഡുകൾ, ലോ കോസ്റ്റ് ടീച്ചർ മെയ്ഡ് മെറ്റീരിയൽസ്, എക്സ്പെരിമെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അതർ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതിനുശേഷം വരുന്നത് ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് എന്നുള്ളതാണ്. ഇതിൽ ആ കുട്ടികൾക്ക് ലഭിക്കുന്ന ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് നമ്മൾ പഠിപ്പിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. ഞാനിവിടെ എഴുതി ചേർന്ന് കളിയുടെ നിയമവശങ്ങൾ മനസ്സിലാക്കുകയും കളിക്കാൻ സ്വന്തം ടീമിനെ ജയിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സ്വയം മികവിനായി പരിശ്രമിക്കാൻ മറ്റുള്ളവരെയും മികച്ചായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളോടുള്ള ബഹുമാനം, എതിർ കളിക്കാരോടുള്ള ബഹുമാനം, ഓരോ തരത്തിലുള്ള വിവേചനമില്ലാത്ത എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നല്ല സൗഹൃദം ഇതിലൂടെ ഉടലെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഈ ഗെയിമിലൂടെ മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, തൽക്കാലത്തേക്ക് ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ നമ്മളൊരു ചാപ്റ്റർ പഠിപ്പിച്ച് അതിന് അസസ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെ, ഇപ്പം ഒരു ബാക്കി മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ബാക്കിയുള്ള സ്റ്റഡീസിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, സബ്ജക്റ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് അവരൊരു കാര്യം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന് അവർ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരെ ബാക്കിയുള്ള സബ്ജക്റ്റിനെയൊക്കെ വെച്ച് നോക്കുക. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ പങ്കാളിത്തം, പ്രകടനം, സംയമനം, പ്രോത്സാഹനം എന്നിവ കുട്ടികൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ആ കളിയിലൂടെ തമ്മിൽ നമ്മളത് വീക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അത് നമ്മൾ ഇവിടെ അസസ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി വെക്കുന്നു. റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് URL-ആയിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ റഗ്ബി എങ്ങനെ കളിക്കുന്നു എന്നുള്ള എനിക്ക് റഗ്ബിയുടെ നിയമങ്ങളുള്ളത് ചേർത്തൊരു URL-ആണ്. അതൊന്നും കൊടുത്തില്ലെങ്കിൽ നിർബന്ധം, മാൻഡേറ്ററി അല്ല. അതുപോലെ തന്നെ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ്, ഈ ഗെയിമോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുട്ടികൾക്ക് നൽകേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കൂട്ടിച്ചേർക്കാം. ഞാൻ ഈ കളിയിലൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കളിയിലൂടെ കൈവരിച്ച ശേഷികളെയും കളിയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വേർതിരിച്ച് എഴുതാനായിട്ടൊരു ആക്ടിവിറ്റിയും, അതുപോലെ തന്നെ റഗ്ബി എന്ന ഗെയിമുമായി ബന്ധപ്പെട്ട് വീഡിയോ കാണുവാനും അതിൻ്റെ നിയമാവശങ്ങൾ മനസ്സിലാക്കുവാനും എന്നുള്ള ഈ 2 ആക്ടിവിറ്റീസാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഞാൻ ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സേവ് എന്ന് പറയുന്നത് അപ്ഡേറ്റിന് പകരം സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഈ ഏരിയയിൽ അത് കാണാവുന്നതാണ്. അതായത് ഡാഷ്ബോർഡിൻ്റെ മൈ ടീച്ചിങ് മാനുവലിൻ്റെ അകത്ത് ടീച്ചിങ് മാനുവൽ നമ്മൾ ഏതൊക്കെ ടീച്ചിങ് മാനുവലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് HMൻ്റെ അല്ലെങ്കിൽ സ്കൂൾ ലോഗിനിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് HMൻ്റെ, ഞാനിത് ഒരെണ്ണം കാണിച്ചു തരാം. ഒരെണ്ണം സബ്മിറ്റ് ചെയ്യുകയാണ്. HMലേക്ക് സബ്മിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പെൻഡിങ് സബ്മിഷൻ 4 അവൈറ്റിംഗ് അപ്രൂവൽ 1 നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാമത് കുറച്ച് സമയം ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്രൂവ് ടീം ഒരെണ്ണമുണ്ട്. ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടെ ടച്ച് റഗ്ബി എന്നുള്ള 8D എടുത്ത ക്ലാസ് ഉണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ടച്ച് റഗ്ബി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, 8D, ആരോഗ്യം, കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആക്ടിവിറ്റി ക്ലാസ് കുട്ടികൾ ഇതിൻ്റെ താഴെയാണ് ഈ സൈഡിലായിട്ട് റെസ്പോൺസ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ റെസ്പോൺസ് നിർബന്ധമായി എഴുതി ചേർക്കേണ്ടതുണ്ട്. ഈ റെസ്പോൺസും അതുപോലെ റിഫ്ലക്ഷൻ നോട്ട് ഏറ്റവും താഴോട്ട് റിഫ്ലക്ഷൻ നോട്ടുകളുണ്ട്, ആഡ് റിഫ്ലക്ഷൻ നോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ സെലക്ട് എ വാല്യൂ എന്നുള്ള ഓപ്ഷൻ, അങ്ങനെ കുട്ടികളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ളതാണ് HMൻ്റെ ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ എഴുതി ചേർക്കേണ്ട റെസ്പോൺസ് നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു, ഏതൊക്കെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് റെസ്പോൺസിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. റിഫ്ലക്ഷൻ നോട്ടുകൾ നമുക്ക് ഇവിടെ എഴുതി ചേർത്ത് നമുക്കത് കാര്യങ്ങൾ ആഡ് ചെയ്ത്, ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ആഡ് എന്ന് പറയുന്ന ഇതുണ്ട്, ഓപ്ഷനുണ്ട്, അത് നമുക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, അതുപോലെ റെസ്പോൺസ് കുട്ടികളുടെ റെസ്പോൺസും റിഫ്ലക്ഷൻ നോട്ടുകളും ഇവിടെ കൃത്യമായിട്ട് എഴുതി ചേർക്കേണ്ടതാണ്.